ഹായ്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും വിശാലമായിട്ട് ഇരിക്കുകയാണല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ. എല്ലാവരും രാവിലെ പോയി മരിച്ചവർക്ക് വേണ്ടി ബലിതർപ്പണമൊക്കെ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇന്ന് രാവിലെ തന്നെ ഞാൻ 3:30 എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടുപേരുടെ പോയി എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയതാണ്. അപ്പോൾ അവർക്കും കുടുംബത്തിലെ മരിച്ചുപോയ ആത്മാക്കൾക്കും എല്ലാം ഞങ്ങൾ ബലിതർപ്പണം ചെയ്തിട്ട് വന്നു കഴിഞ്ഞ് ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഉച്ചയൂണെല്ലാം തയ്യാറാക്കി. അങ്ങനെ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനേക്കാളും പ്രധാനം നമ്മുടെ വയനാട്ടിലെ ഒരു പ്രോബ്ലം തന്നെ ആയിരുന്നു. പക്ഷേ അത് മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. നാളെ നമ്മുടെയൊക്കെ കാര്യങ്ങൾ പോലും എന്തെന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയില്ല. അവരാരും നനച്ചിരിക്കാതെ ഉണ്ടായ ഒരു സംഭവമല്ലേ. ഇത്ര പേർ ഒന്നിച്ചു പോകുമെന്നൊന്നും ഒരിക്കലും നമ്മളൊരു ജാതകത്തിൽ പോലും കുറിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ അവർക്ക് വേണ്ടി ഈ ഒരു സമയത്ത് ഞാൻ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാര്യം അല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് മെയിനായിട്ടും ഞാൻ കുറച്ച് മെറ്റീരിയൽസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കാരണം തുടക്കക്കാർക്ക് കുറേ കാര്യങ്ങൾ അറിയത്തില്ല. അവർ മെസ്സേജിലായാലും ഫോൺ വിളിക്കുമ്പോഴും ഫസ്റ്റ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി എനിക്കൊന്നും അറിയത്തില്ല, എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല എന്ന് പറയും. അങ്ങനെ അപ്പം ഞാനിത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. കാരണം ഈ അറിയാവുന്നവർ പോലും, അറിയാത്തവരുടെ കാര്യം പോട്ടെന്നങ്ങ് പറയും, ഈ അറിയാവുന്നവർ പോലും ഞങ്ങൾക്ക് മെസ്സേജ് സാധനങ്ങളുടെ ലിസ്റ്റ് തരുമ്പോഴത്തേക്ക് അതിൽ അവർ ഇപ്പോൾ ചക്കിരി ആണെങ്കിൽ ചക്കിരി, വെർട്ടിക്കലാണെങ്കിൽ വെർട്ടിക്കൽ, വളയാണെങ്കിൽ വള, ഈ സ്പ്രിങ് ആണെങ്കിൽ സ്പ്രിങ്, അല്ലെങ്കിൽ കളറുള്ള ഏതെങ്കിലും മാലകളാണെങ്കിലോ അല്ലെങ്കിൽ മിഡി പ്ലേറ്റുകൾ, ഇത് ഇങ്ങനെ എഴുതി വിടത്തേ ഉള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഓരോന്നിനും ഞാനിപ്പോൾ ഇതെല്ലാം പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനിയെങ്കിലും ദയവായിട്ട് മെസ്സേജായി അറിയാവുന്നവർ, ഇപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അറിയാവുന്നവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മിഡി പ്ലേറ്റ് ആണെങ്കിൽ അതിന് 2 ലെയറുണ്ട്, 3 ലെയറുണ്ട്, 4 ലെയർ. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല, എത്ര ലെയറിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 2 ലെയർ ആണെങ്കിൽ 2 ലെയറിൻ്റെ എന്ന് പറയണം, അല്ലെങ്കിൽ 3 ലെയർ എന്ന് പറയണം. ഇങ്ങനെയൊക്കെ ലെയറുകൾ പറയണം. ഷേഡാപ്പെട്ടിയാണെങ്കിൽ അതിന് ലെയർ കണക്കുണ്ട്. പിന്നെ ചക്കിരി, അത് ചക്കിരി എന്ന് മാത്രം എഴുതും, നമ്പർ 3 മണി എന്ന് മാത്രം എഴുതും. ഇതൊക്കെ എത്ര വേണമെന്നുള്ളത് നിങ്ങൾ പറയണം. ഞങ്ങൾക്കറിയില്ലല്ലോ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് അതിൻ്റെ അല്ല, ഇനിയെങ്കിലും നമ്പേഴ്സുകൾ എഴുതിയിടണം. അതുപോലെ ഓരോന്നിന് കളറുകളുണ്ട്, ഇത് ഏത് കളർ വേണമെന്നുള്ളത് പറയണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, അതുപോലെ ലോങ് ചെയിൻ, നമ്മൾ 1 മീറ്റർ ചെയിൻ പറയുന്നുണ്ടല്ലോ, ഈ ചെയിനിൽ ഞങ്ങൾ വ്യക്തമായിട്ട് ഫോട്ടോസുകൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് എടുത്ത് പറയാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണം. അല്ലാതെ 1 മീറ്റർ ചെയിൻ അതിൽ ഞങ്ങൾ ഏതയക്കും ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും മെസ്സേജുകൾ അയക്കുമ്പോൾ കറക്റ്റ് എടുത്ത് തരണം, അല്ലെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പം നമുക്ക് എന്തായാലും തുടക്കക്കാർക്കുള്ള കാര്യത്തിലേക്ക് പോകാം. തുടക്കക്കാർക്ക് സ്റ്റാർട്ടിങ്ങിൽ വേണ്ട 2 ആയുധങ്ങളാണ് ഇത്. ഒന്ന്, ഇത് കട്ടിംഗ് പ്ലെയർ, ഇത് പ്രസ്സിങ് പ്ലെയർ. ഇത് പ്രസ് ചെയ്യാനായിട്ടുള്ള സാധനമാണിത്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമ്മുടെ മെറ്റീരിയൽസ്, നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിന് ഇത് ആവശ്യമാണ്. വളരെ അത്യാവശ്യമായ സാധനമാണിത്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഇരിക്കട്ടെ. അടുത്തത് വേണ്ടുന്നത് പശ. പണ്ടൊക്കെ സ്റ്റിക്ക് ഫാസ്റ്റ്, ഫെവി ബോണ്ട് എന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. B7000 എന്ന് പറയുന്ന പശയുണ്ട്. അതെല്ലാത്തിനും നല്ല സ്റ്റഡ് വരെ ഒട്ടിക്കാനായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണം. പിന്നെ നൂല്, ഇതാണ് നമ്മുടെ ത്രെഡ്. അപ്പോൾ ഇതിൽ 2 കളർ വരുന്നുണ്ട് അത്യാവശ്യമായിട്ട്. പിന്നെ സൂചി, തമിഴ്നാട്ടിലൊക്കെ ഊസി എന്ന് പറയും. അപ്പോൾ സൂചി ഉണ്ട്. ഇത് നമ്പർ 12 ആണ് കേട്ടോ. അതുകൊണ്ട് ഇത്രയും, ഇതാണ് സൂചി നമ്പർ 12. ഇതിൻ്റെ ഒരു കഥ പറയാനാണെങ്കിൽ, ഈ ചിലർ പറയുന്നുണ്ട്, ചേച്ചി വലിയ പാടാണ് സൂചി നൂല് കോരിക്കാനായിട്ട്. ഈ സൂചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്നറിയാം. നമുക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം, ഈ ചക്കിരിയൊക്കെ ഉണ്ടല്ലോ, ഈ ചക്കിരിയൊക്കെ നമ്മുടെ ഈ 12ലൂടെ കയറത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൂചി മസ്റ്റായിട്ട് വേണമെന്ന് പറയുന്നത്. പിന്നെ അതല്ല, ഹോള് വലുതാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൂചി ഉപയോഗിക്കണമെന്നില്ല, നമ്മുടെ തയ്യൽ സൂചി ഉപയോഗിച്ചാൽ മതി. അത് ഒന്ന് കയറ്റി നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് ഈ ക്രോസിങ് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതിന് നിങ്ങൾ ഈ സൂചി ഉപയോഗിച്ചാൽ മതി. അതുപോലെ പലരും, കുറച്ച് പേര്, എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് പേര് എഴുതിയിട്ടുണ്ട്, ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ, പിന്നെ സൂചി കൊരുക്കുന്ന സാധനം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഈ സൂചി കൊരുക്കുന്ന സാധനം ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം വാങ്ങുന്നത് ഞാൻ തന്നെ ആയിരിക്കും. മനസ്സിലായോ? സൂചി കയറ്റുന്ന സംഭവം ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ നമ്മുടെ ജ്വല്ലറിക്കാർക്കുള്ളതല്ല, അത് തയ്യക്കാർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. ആ മിസ്റ്റേക്കാണത്. അപ്പോൾ ഉണ്ടായെങ്കിൽ ഞാനായിരിക്കുമല്ലോ ആദ്യം വാങ്ങുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇറങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നൂല് കയറ്റിയേ പറ്റുള്ളൂ. പിന്നെ നൂലിൽ
മെയിനായിട്ട് നൂലിൻ്റെ എൻഡി പശ തേച്ച് അതിനെ ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അതങ്ങ് ഉണങ്ങും, നന്നായിട്ട് ഉണങ്ങും. ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് പ്രസ് ചെയ്തൊന്ന് വിട്ട് നോക്കിയിട്ട് സൂചി ഒന്ന് കയറ്റി നോക്കിക്കേ, കറക്റ്റ് കയറിക്കോളും. ആ ഒരു പ്രാവശ്യം സൂചി കയറുന്ന നൂലാണെങ്കിൽ ഇതുപോലത്തെ കട്ടയിലായിരിക്കുമല്ലോ നമ്മൾ എടുക്കുന്നത്, അതിന് കട്ട് ചെയ്യരുത് കേട്ടോ. കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സൂചി കയറ്റി അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഒരു 6-7 സൂചി കയറ്റി അങ്ങ് വിട്ടേക്കണം. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് നീളത്തി എടുക്കാൻ പറ്റും. അത് ഞാൻ വേറെ ഏതോ ഇതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ ജ്വല്ലറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് വേണ്ടുന്നത് നമുക്ക് നൈലോൺ ത്രെഡ്. ഇതാണ് നൈലോൺ ത്രെഡ്. വളരെ തിന്നാണ്, എന്ന് വെച്ച് പൊട്ടിയൊന്നും പോവില്ല, നമ്മുടെ കൈ മുറിഞ്ഞുകൊണ്ട് പോകും. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സൂചിയിൽ കയറ്റിവിടാം, ഈസി ആയിട്ട് കയറ്റിവിടാം. അതിനും പശ തേച്ചിരിക്കണം. അത് ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇതിന് പശ തേക്കണം. ഈ നൂല് നമ്മൾ രണ്ടായിട്ട് വരുന്ന ഇതൊക്കെ നമുക്ക് കംപ്ലൈൻറ്റ് വരും, നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് കുരുങ്ങാൻ ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഈ പശ തേക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഓർമ്മയുണ്ടല്ലോ, തുടക്കക്കാർക്ക് വേണ്ടി അല്ലാത്തവർക്കും വേണ്ടി പറഞ്ഞു തരികയാണ്. അടുത്ത നമുക്ക് ഹെഡ് പിൻ എന്ന് പറയും. ഹെഡ് പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ആണി പോലെ അതിൻ്റെ മണ്ട പരന്നിരിക്കും. ഇതാണ് ഹെഡ് പിൻ, അത് ഓർമ്മയിരുന്നോണേ. അത് കഴിഞ്ഞ് ഐപ്പിൻ എന്ന് പറയും. ഐപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് വളഞ്ഞിരിക്കുന്നത് കണ്ടോ, അതിൻ്റെ മണ്ട റൗണ്ടായിട്ട് ഇരിപ്പുണ്ട്. ഇതാണ് ഐപ്പിന്. ഇതൊക്കെ നമുക്ക് ഓരോന്നിനും ഓരോ ഉപയോഗമുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ബുധനും ശനിയും അല്ലാതെ ഇതിനിടയ്ക്ക് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളുടെ ജ്വല്ലറിയും ചെയ്ത് കാണിക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്പർ 3 മണി. നമ്പർ 3 മണി എഴുതുമ്പോൾ എത്ര എണ്ണം വേണമെന്നുള്ളത് മെയിനായിട്ട് എഴുതിയിരിക്കണം. ഇതിൻ്റെ തന്നെ നമ്പർ 0 ഉണ്ട് കേട്ടോ. നമ്പർ 0 കുറച്ചും കൂടി ചെറുതായിരിക്കും. പിന്നെ ഇത് ക്യാപ്പാണ്, ക്യാപ്പ്. അതായത് നമ്മളൊരു ബീഡ്സിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ അടപ്പ് പോലെ ഇരിക്കും, അതാണ് ക്യാപ്പ് എന്ന് പറയും. ബീഡ് ക്യാപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വന്നിട്ട് അങ്ങോട്ട് 2 mm തൊട്ട് അങ്ങോട്ടുണ്ട് വലിയ ക്യാപ്പ് വരെ കിട്ടും. കൂടുതലും നമ്മൾ 4 mm 6 mm ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വലിയ ബീഡ്സൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഫാൻസി ക്യാപ്പുകളൊക്കെ കിട്ടും, കുറച്ച് നല്ല ബ്ലാക്ക് മെറ്റൽ, ഗോൾഡ്, ഇങ്ങനെയൊക്കെ പല മീനക്കാരി ക്യാപ്പ് ഇങ്ങനെയൊക്കെ കിട്ടും. അതൊക്കെ ഞാൻ ഓരോ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തും. ഇപ്പം നമുക്ക് അത്യാവശ്യം വേണ്ടുന്നത് നമുക്ക് ഇതിലെ ക്യാപ്പ് തന്നെ ഗോൾഡൻ ആൻഡ് സിൽവർ, ഇത്ര 2 കളറിൽ കിട്ടും കേട്ടോ. നമ്മൾ മിക്കതും ഗോൾഡായിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ 6ഉം 4ഉം ആയിരിക്കും നമുക്ക് കൂടുതലും ആവശ്യം വരുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അടുത്തത് ചക്കിരി എന്ന് പറയും. അതായത് നിങ്ങൾ പറയില്ലേ കുരുമുളക് എന്ന് പറയും പല സ്ഥലത്ത്. നമ്മുടെയൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ നമ്മളൊക്കെ ചക്കിരി എന്നാണ് പറയാറുള്ളത്. ചക്കിരി പ്ലേറ്റഡും കിട്ടും, മൈക്രോ കിട്ടും. പിന്നെ ചക്കിരി പല മോഡലിൽ കിട്ടുന്നുണ്ട്. വളരെ ഈ കമ്മലിൻ്റെയൊക്കെ ഇടയിൽ ഇടുമ്പോഴത്തേക്ക് മിന്നുന്ന പോലത്തെ ചക്കിരി കിട്ടുന്നുണ്ട്. അത് നല്ല രസമുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് കാണാൻ പറ്റില്ല, പക്ഷെ മിന്നുന്ന കാണാൻ പറ്റും. പ്ലെയിനായിട്ടല്ല ഇരിക്കുന്നത്, ആ പിന്നെ മുത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് മിന്നുന്നതായിട്ടിരിക്കും. ഇതിനെപ്പറ്റി ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കയറി കാണുക. പിന്നെ വന്നിട്ട് ഫ്ലവർ സ്റ്റഡ് 6 മുത്തിട്ട് ചെയ്യുന്നതാണ്. 5 മുത്തിട്ടും നമുക്ക് ചെയ്യാം. ഈ ഫ്ലവർ സ്റ്റഡ് ചെറിയത് തൊട്ട് മീഡിയം തൊട്ട് കുറച്ച് വലിയത് വരെ നമുക്ക് കിട്ടും. 3 സൈസിൽ കിട്ടും. സ്മോളുണ്ട്, ബിഗ് സൈസുണ്ട്, പിന്നെ ഇതിൻ്റെ മീഡിയം ഉണ്ട്, ഇങ്ങനെയൊക്കെ കിട്ടും നമുക്ക് മിക്കവാറും മീഡിയം സൈസ് മതി. കാര്യം നമ്മൾ അത്രയും വലിയ കമ്മലിലേക്ക് പോകേണ്ട കാര്യം. ഞാൻ മീഡിയത്തിലിട്ട് തന്നെ ഞാൻ വലിയ സ്റ്റഡ് ഞാൻ ചെയ്ത വീഡിയോയും ആ ഒരു ഫസ്റ്റ് കിടപ്പുണ്ട്. ഇതിൻ്റെയും നമുക്ക് 3 കളർ കിട്ടും കേട്ടോ. ഈ ഫ്ലവർ സ്റ്റഡിന് 3 കളറുണ്ട്. ആൻറ്റിക്കുണ്ട്, സിൽവറുണ്ട്, ഗോൾഡുണ്ട്, ഇങ്ങനെ കിട്ടും. പിന്നെ അടുത്തത് വരുന്നത് ഇതാണ് ഫ്യൂസ് സ്റ്റാർ എന്ന് പറയും. ചില കാര്യങ്ങൾക്ക് നമുക്ക് ഈ 2 മുട്ടും എടുത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഈ ഒരു സൈഡ് ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് നമ്മൾ ഗുങ്കുരമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ഇത്ര എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഭാഗം പിന്നീട് നമുക്ക് എടുക്കാൻ പറ്റും. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ വന്നിട്ട് നമ്മൾ കമ്പിക്കെട്ട് മാലയിൽ ഞാൻ ഉപയോഗിക്കുന്ന കമ്പി ഇത് തന്നെയാണ്. ഞാൻ പ്ലേറ്റഡ് കമ്പി ഉപയോഗിക്കാറില്ല. പ്ലേറ്റഡ് എന്ന് പറയുന്ന കമ്പി അങ്ങനെ പ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഹാർഡായി പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വളയ്ക്കുമ്പോഴത്തേക്ക് അത് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഓരോരുത്തർക്കും അത് പ്ലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. പിന്നെ അവരൊന്ന് പറയും പ്ലേറ്റഡ് ആണെന്ന് പറയും, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്കിതാണ് ഏറ്റവും ഇഷ്ടം, എനിക്കിതാണ് ഏറ്റവും പറ്റിയതും, പെട്ടെന്ന് വെളുക്കുമൊന്നുമില്ല കേട്ടോ. നല്ല സംഭവമാണിത്. അതുകൊണ്ട് ഇതിൻ്റെ 2 വശത്തെ മുട്ട് കളഞ്ഞിട്ട് നമ്മൾ കമ്പിക്കെട്ടിന് ഉപയോഗിക്കുന്നുണ്ട്. കമ്പിക്കെട്ട് മാലയും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇനിയും തുടർന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അടുത്ത നമുക്ക് വരുന്നത്
മിഡി പ്ലേറ്റ് എന്ന് പറയും. മിഡി പ്ലേറ്റ് 3 കളറിൽ കിട്ടും. ഈ ആൻറ്റിക്ക്, സിൽവർ, ഗോൾഡ് ഇതെല്ലാം മിഡി പ്ലേറ്റും 3 കളറിൽ കിട്ടും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്റ്റോൺ വരുന്നുണ്ട്. സ്റ്റോൺ മിഡി പ്ലേറ്റ് വരുന്നുണ്ട് കേട്ടോ. അത് 2ൻ്റെ ഉണ്ട്, 3ൻ്റെ ഉണ്ട്, 4ൻ്റെ ഉണ്ട്. ഇങ്ങനെ ലെയർ തിരിഞ്ഞ് തന്നെ വരുന്നുണ്ട്. സ്റ്റോൺ ഉണ്ടാവും അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട്. അതുകൊണ്ട് ഈ ലെയറും നിങ്ങൾ തിരിച്ച് തന്നെ പറയേണ്ടി വരും. എത്ര ലെയറിൻ്റെ വേണമെന്നുള്ളത് തിരിച്ച് പറയണം കേട്ടോ. പിന്നെ വന്നിട്ട് നമുക്ക് സ്പ്രിങ്ങാണ് വരുന്നത്. സ്പ്രിങ് ഇതുപോലെയും കിട്ടും, കട്ടിങ്സും കിട്ടും. മൈക്രോയുടെ ആണ് ഇത്. മൈക്രോ കട്ടിങ് സ്പ്രിങ് ആണ് ഈ വരുന്നത്. ചിലർക്ക് ഈ സ്പ്രിങ് ചിലപ്പം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്പ്രിങ് വാങ്ങിച്ചാൽ മതി. അത് ഒരു നിശ്ചിത അളവിലായിരിക്കും, മെഷീൻ കട്ടായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഇത് മതിയാവും. പക്ഷേ ചിലതിനൊക്കെ നമുക്ക് ഇത് വേണ്ടി വരും. അതുകൊണ്ട് ഇത് രണ്ടും നിങ്ങൾ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഓരോന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമായിട്ട് വരും. അതിൻ്റെ ഉപയോഗം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അടുത്തത് വരുന്നത് ഫിഷ് ഹുക്ക്. ഇതാണ് ഫിഷ് ഹുക്ക് എന്ന് പറയുന്ന സാധനം. ആരോ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഫിഷ് ഹുക്കൊക്കെ ഒന്ന് എടുത്ത് കാണിക്കണേ എന്ന് പറഞ്ഞു. ആരാണെന്ന് ഒരു പിടിയില്ല. എങ്കിലും ഇതാണ് ഫിഷ് ഹുക്ക്. അതായത് നമ്മുടെ ഇപ്പോൾ ഈ മാലയുടെ എൻഡിലിട്ടേക്കുന്നത് ഫിഷ് ഹുക്കാണ്. ഇത് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലോക്കറ്റുകൾ ചേഞ്ച് ചെയ്യാം. അതിനാണ് ഫിഷ് ഹുക്ക് ഇടുന്നത്. ഇതൊന്ന് ജസ്റ്റ് എന്താണ് ഇതിൻ്റെ ഈ ഒരു മൊട്ട് വരുന്നുണ്ട്. ഇതിനെ താക്കുമ്പോഴത്തേക്ക് ഇത് അകരും. ഇതിൻ്റെ വായ ഇങ്ങനെ പൊളന്ന് വരും. ഇതിനാണ് ഫിഷ് ഹുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ പേരാണ് ഹുക്ക് ആൻഡ് ചെയിൻ. ഇത് ചെറിയ സൈസാണ്. ഈ ചെറിയ സൈസും ആവശ്യമുണ്ട്. കാരണം നമുക്ക് അത്യാവശ്യം നമ്മൾ ലോങ് മാലയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചെറിയ സൈസ് മതി. ഇത് 3 കളറിൽ കിട്ടും. ഇപ്പം കോപ്പർ കളറും ഇറങ്ങുന്നുണ്ട്. പക്ഷേ കോപ്പർ കളർ എടുക്കുന്നെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം കോപ്പർ കൂടെ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാലും നമുക്ക് 3 സംഭവം വാങ്ങിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. അതിൻ്റെ തന്നെ ലോങ് ചെയിനാണ് ഇത്. മൈക്രോ പ്ലേറ്റിംഗ് ആണിത്. ലോങ് ചെയിനാണിത്. ഇത് തന്നെ ഗ്യാരൻറ്റിയുടെയും നമുക്ക് കിട്ടും, പ്ലേറ്റഡും കിട്ടും. ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വന്നിട്ട് ചേടാപ്പെട്ടി ഒരുപാട് മോഡലുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ 2 ലെയറുണ്ട്, 3 ലെയറുണ്ട്, 4 ലെയറുണ്ട്, ഇങ്ങനെ അങ്ങോട്ട് ലെയറുണ്ട്. അപ്പോൾ നിങ്ങളത് കറക്റ്റ് പറയണം. 2 ലെയർ തൊട്ട് ചിന്തിച്ചാൽ മതി. 1 ലെയർ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് 1 ലെയറിനൊക്കെ നമുക്ക് ഹൂക്കൻ ചെയ്യാനൊക്കെ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോണം. ഇതൊക്കെയാണ് ചേടാപ്പെട്ടി. പല മോഡലിൽ കിട്ടും, പല ഡിസൈനിൽ കിട്ടും. ഇതിപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഇതിലിപ്പോൾ നിറയെ ഹോളുണ്ട്. എത്ര വരും? 5 ലെയറിൻ്റെ 5 ഹോളുണ്ട് കേട്ടോ. ഈ ചിലർ ഇതിപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ പറയണേ 5 ലെയറിൻ്റെ വേണം ചേച്ചി എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെ എടുക്കുന്നതെന്നറിയാം. 6mm ആണ് ക്രിസ്റ്റൽ നിങ്ങൾ ഇടുന്നെങ്കിൽ ഒരിക്കലും 5 പറയരുത്. കാര്യം എന്ന് വെച്ചാൽ 5 എടുക്കാം നമുക്ക്. 6mm 2 ലെയറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ 5 ലെയർ ഇതുപോലത്തെ അടുപ്പിച്ചതാണെങ്കിൽ എടുക്കാൻ പറ്റും. അത് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഞാനത് ആ രീതിയിൽ അയച്ചു തരും. കാര്യം എന്ന് വെച്ചാൽ 6mm 2 വലിയ ക്രിസ്റ്റലാണ്. 2 അല്ല, 3 അല്ല, 4 അല്ല, 6 ആണ്. അപ്പോൾ ഈ 2 ക്രിസ്റ്റൽ ഇതിൽ വന്ന് അടുത്ത് നിൽക്കുമ്പോൾ ഇത് ഓക്കെയാണ്, ഇത് കറക്റ്റാണ്. 6mm ഇടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ 2 ലെയർ ചോദിക്കരുത്. കാരണം ഇത് കവിഞ്ഞ് നിൽക്കും. ഈ ചേടാപ്പെട്ടിയും കവിഞ്ഞ് നിൽക്കും. അതുകൊണ്ട് അതൊരിക്കലും ചോദിക്കല്ലേ. അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ അടുപ്പിച്ച് ചേടാപ്പെട്ടി എടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ അറിയത്തില്ല. ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും ഞാനത് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പോകാം. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടുന്നത് ഗിയർ വയർ. ഇത് ഒരുപാട് കളറിൽ കിട്ടും. പക്ഷെ നമുക്ക് അത്യാവശ്യം സിൽവറും ഗോൾഡും മാത്രം മതി കേട്ടോ. അതിൻ്റെ ഇത് മാത്രം വാങ്ങിച്ചാൽ പോരാ കേട്ടോ. അതിൻ്റെ തണ്ട കണ്ടോ, ലോക്കാണ്. ഗിയർ ലോക്ക് എന്നാണ് ഇതിന് പറയുന്നത്. സ്റ്റോപ്പർ എന്ന് പറയാറുണ്ട് എല്ലാവരും. ചിലരൊക്കെ പറയും ഗിയർ ലോക്ക്. ഇതും 3 കളറിൽ കിട്ടും. സിൽവർ, ഗോൾഡ്, പിന്നെ ആൻറ്റിക് 3 കളറിൽ കിട്ടും. ഏത് കളറിന് എടുക്കുന്നോ ആ കളറിനുള്ള ഗിയർ ലോക്ക്, ഏത് കളറാണ് നിങ്ങൾ എടുക്കുന്നോ ആ കളറിനുള്ള ഗിയർ ലോക്കും എടുത്തിരിക്കണം. പിന്നെ അത്യാവശ്യമൊക്കെ സിൽവർ നമ്മൾ ഉപയോഗിക്കും കേട്ടോ. അകത്തൂടെ പോകുന്നതുകൊണ്ട് ആരും ശ്രദ്ധിക്കത്തൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടുന്നത് വള, സിംഗിൾ വള.
ശരിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചുറ്റുവള നിങ്ങളെ പഠിപ്പിച്ചിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? നിറയെ അത് ഒരുപാട് പേര് വള ചോദിച്ചു. പക്ഷേ അതെൻ്റെ ഇപ്പോഴത്തെ വളയല്ലായിരുന്നു, നേരത്തെ ഉള്ള വളയാണ്. ഈ സിംഗിൾ വള ഞാൻ തേടിപ്പോയപ്പോൾ എനിക്ക് ഇത് കിട്ടിയില്ലായിരുന്നു. അപ്പോഴെൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോഴും ഞാൻ എന്തെങ്കിലും നിങ്ങളൊരു വള കാണിക്കണമെന്ന് വിചാരിച്ച ആ ലെയർ വള എടുത്തുകൊണ്ട് വന്നത്. അവസാനം അത് ആർക്കും കൊടുക്കാനും പറ്റിയില്ല. അത് വരും കേട്ടോ, വരുമ്പോൾ നമുക്ക് എടുക്കാം. ഇത് നമ്മൾ തുടക്കക്കാർക്ക് അത്യാവശ്യം വേണ്ടുന്ന, സ്റ്റാർട്ടിങ്ങിൽ വേണ്ടുന്ന സിംഗിൾ വളയാണിത്. ഇത് വന്നിട്ട് ഇതാണ് വള കേട്ടോ, സിംഗിൾ വള. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ശരിക്കും ഗോപി ബാങ്കിൾ, ഇപ്പം മറ്റൊരുപാട് മോഡൽ വളകളുണ്ട്, അതിലേക്കൊക്കെ പോകുന്ന ഇത് കഴിഞ്ഞിട്ടാണ്. ശരിക്കും എനിക്കിത് കാണിച്ചു തരാൻ പറ്റില്ല. ഇന്ന് നമുക്ക് ഇതിൻ്റെ വളയും ഒരു സ്റ്റഡും കാണിച്ചു തരാം. ഇതുണ്ട്, ഇതിന് സൈസ് ഉണ്ട് കേട്ടോ. അതുപോലെ വളകൾക്ക് നിങ്ങൾ പറയുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ സൈസ് പറയണം, നിങ്ങളുടെ കൈയുടെ സൈസ് പറയണം. ഇതിപ്പോൾ വന്നിട്ട് 2.6, ഇത് 2.8, 2.10, 2x2, 2.4, 2.6, 2.8, 2.10 ഇങ്ങനെ അങ്ങോട്ട് പോകും. നിങ്ങളുടെ കൈയുടെ സൈസ് അനുസരിച്ച് പറയണം എനിക്ക് വളയം. എന്ത് സൈസൊന്നും നമുക്കറിയത്തില്ല. എൻ്റെ അടുത്ത് വരുന്നവരുടെ ആണെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് കൈ പിടിച്ച് നോക്കിയാൽ എനിക്കറിയാം അവർക്ക് ഏത് സൈസാണ് വേണമെന്നുള്ളത്. പക്ഷെ നമ്മൾ കാണാതെ എടുക്കുന്ന ഓരോ കാര്യങ്ങളാണ്, അതുകൊണ്ട് സൈസ് മസ്റ്റായിട്ടും പറഞ്ഞിരിക്കണേ. ഇത് ഗോണ്ട ബാക്ക് ത്രെഡ്. ഇത് കണ്ടോ, ഇതിന് ഫിഷ് ഹുക്കില്ല കണ്ടോ. ഇത് ചുമ്മാ ഒരു ഇതാണ്, സ്പ്രിങ് ആണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് വന്നിട്ട് ഫിഷ് ഹുക്കുണ്ട്, ഓൾറെഡി ഇതിനകത്തുണ്ട്. ഇതിന് കുറച്ച് വില കാണും. അങ്ങനെ ഇതൊന്നുമല്ല, ഇതിനേക്കാളും വലിയ നല്ല വില കൂടിയ ത്രെഡുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം നമ്മൾ തുടക്കക്കാർക്ക് ഇതൊക്കെ മതി കേട്ടോ. നിങ്ങൾ പഠിച്ച് നല്ല ലെവലിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി നല്ല ലെവലായിട്ടുള്ളതൊക്കെ ഈ ബാക്ക് ത്രെഡുകളൊക്കെ വാങ്ങിക്കാം. പിന്നെ എൻ്റെ ഒരു ബുക്ക്, ഞാനത് അത്യാവശ്യമായിട്ടും പറയും, നിങ്ങൾ വേറൊന്നും ശ്രദ്ധിച്ചില്ല. ഈ അത്യാവശ്യം തുടക്കക്കാർക്ക് ഞാൻ ഇതിനകത്ത് കണ്ടോ അത്യാവശ്യം വേണ്ടുന്ന എത്ര 33 മെറ്റീരിയൽസിൻ്റെ അത്യാവശ്യം വേണ്ടുന്ന മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. താഴെ ഇത് കണ്ടോ, അതിൻ്റെ പേരുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മിക്ക ആൾക്കാരും ഈ ബുക്കുകൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അവർക്ക് പേരൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ബുക്ക് ഇറക്കുന്നത് 2009 എന്തോരം കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് രാത്രി പകലാക്കി ഇറക്കിയ ബുക്കാണിത്. ഇങ്ങനെ ഒരു ബുക്കിലും വരില്ല. കാരണം വെച്ചാൽ ഓരോ സ്റ്റേജ്, അന്നത്തെ പോലെ നമുക്ക് ഈ യൂട്യൂബോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിടയിലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. എങ്കിലും ആൾക്കാരെല്ലാം ചെയ്യുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഒരുപാട് സെയിലായൊരു ബുക്കാണിത്. അത് ഒരുപാട് പേർക്ക് ഉപകാരമാകുകയും അവരുടെയൊക്കെ കൈകൾ ഇന്നും അത് സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. പലരും എന്നെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൊന്നും വീണാൽ പെട്ടെന്നൊന്നും നനയത്തില്ല. അത്രയും നല്ല ക്വാളിറ്റിയുള്ള മൾട്ടി കളറി ചെയ്ത ഒരു ബുക്കാണിത് കണ്ടോ. അപ്പോൾ ഇത് ഒരുപാട് സംഭവങ്ങളുണ്ട്, മോഡലുകൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ. നമ്മൾ പാസരം, 2 ഹോൾ പാസരം കണ്ടോ, അതൊക്കെ ഞാൻ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ചെയ്യാൻ അറിയാൻ വയ്യെങ്കിൽ അല്ലെങ്കിൽ പുതിയ മോഡൽ വന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തായിരിക്കും നമ്മളിപ്പോൾ കാണിക്കുന്നത്. അന്ന് 2009 കഥകളാണ് കേട്ടോ ഇതൊക്കെ. ബെൻറ്റ്യൂബ് പല മോഡലിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു മാല, ഇത് ബ്രേസ്ലെറ്റാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇതെന്തെല്ലാം ചെയ്യാം. പാദസരം ചെയ്യാം, ബ്രേസ്ലെറ്റ് ചെയ്യാം, മാല ചെയ്യാം, ഇങ്ങനെയെല്ലാം നമ്മൾ കൊടുത്തിരിക്കുക. അതിന് ബേസിക്കായിട്ട് നമ്മളൊരു ബ്രേസ്ലെറ്റാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരേ മെത്തേഡ് തന്നെയാണ്. പിന്നെ ചേഞ്ച് ആകുന്നതെന്ന് വെച്ചാൽ ലോക്കുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ബുക്കും ആവശ്യമുള്ളവർ വാങ്ങിച്ചോളൂ കേട്ടോ, ഉപകാരം ഉണ്ടാകും. 300 രൂപയാണ് ബുക്കിൻ്റെ വിലയെങ്കിലും ഇപ്പോൾ നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, പ്ലസ് കൊറിയർ. ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊറിയറും കൂടി ഉൾപ്പെടും. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് അത്യാവശ്യം വേണ്ടുന്ന മെറ്റീരിയൽസ്. അപ്പോൾ അമ്മമാരും കുഞ്ഞമ്മമാരും ഒക്കെ ഇനി എന്നെ പറ്റിക്കാതെ എത്ര വേണം, എത്ര എണ്ണം, എന്തിനൊക്കെ എടുക്കുമ്പോഴത്തേക്കുള്ള കളേഴ്സുകൾ പറയണം. പിന്നെ വളയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ എൻ്റെ അടുത്ത് പറയണം. പിന്നെ അറിയാത്തവർ മാത്രമാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് ഏകദേശം മനക്കണ്ണ് വെച്ചിട്ടൊക്കെ പറഞ്ഞു തരാം. അത്രേ പറ്റുള്ളൂ. അപ്പോൾ ഇനി എന്താണ്, അപ്പോൾ നമുക്കിതിനെല്ലാം മാറ്റിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത്, തുടക്കക്കാർക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്കത് ചെയ്തു തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ എല്ലാം കഴിഞ്ഞു. അത് ഒരു ഭാഗമായതേ ഉള്ളൂ, ഇനിയുണ്ട്, തുടർന്ന് ഒരുപാട് കാണിക്കാനുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വളയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. വളയും അതിൻ്റെ ഒരു കമ്മൽ കാണിച്ചു തരാം. അല്ല, അങ്ങനെ ചെയ്ത ഒരു വളയാണിത്, അതിൻ്റെ കമ്മൽ. ഇത് കണ്ട്
വള പല മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ നിങ്ങളെ ഇന്ന് ആദ്യം സിംഗിൾ വള ഇങ്ങനെ കാണിക്കത്തുള്ളൂ. ഇതാദ്യം പഠിച്ചെടുക്കുക. അതിനുശേഷം ഇതിനകത്ത് ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് ഇപ്പോൾ തുടക്കത്തിലെ നിങ്ങൾ ചക്കിരിയും വെർട്ടിക്കലും ഇട്ട് പഠിക്കേണ്ട. പഠിച്ചാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായി പോകും. അതുകൊണ്ടാണ് നമ്മൾ സിംഗിളായിട്ട് ഒറ്റ വേറെ ഒന്നും ചേർക്കാത്തുള്ള വള നമുക്ക് പഠിക്കാം കേട്ടോ. ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെയൊന്നും അല്ല, ഒരുപാട് മോഡൽ ചെയ്യാനുണ്ട്. ഒരു വളയായിട്ട് ചെയ്യല്ലേ. എപ്പോൾ ചെയ്താലും ഒരു 2 വള. ചിലർക്ക് ഒരു വളയായിരിക്കും ഇഷ്ടം, എങ്കിലും 2 വളയും സ്റ്റഡ് കേട്ടോ. അതിൻ്റെ തന്നെ മുത്തുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ചെറിയൊരു മാല ഉണ്ടാക്കാൻ പറ്റും, ഒരു സാധാ മാല ഉണ്ടാക്കാൻ പറ്റും. ഈ വളകൾ 4 എണ്ണമായിട്ടാണ് വരുന്നത്. ഒരു സെറ്റാണ്. അത് നിങ്ങൾ സൈസ് പറഞ്ഞെടുക്കണം. ഇങ്ങനെ ഒരു വള 2 വളയെന്ന് പറയരുത്. ഒരു സെറ്റായിട്ട് 4ആയിട്ട് അത് വരത്തുള്ളൂ. കണ്ടല്ലോ, കവറിങ് ഒക്കെ കണ്ടല്ലോ, അങ്ങനെ വരുള്ളൂ. നമുക്കതല്ലാതെ എടുത്ത് കൊടുക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവും. 4 എണ്ണം വാങ്ങിച്ചുകൊണ്ട് യാതൊരു ദോഷവുമില്ല. അപ്പോൾ നൂല് എടുക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ എടുത്തോണം. ഇത്രയും എടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ തുടക്കക്കാർക്ക് ഇത്രയും എടുത്താൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇത്രയെങ്കിലും എടുത്തിരിക്കണം. എന്തിനെന്നറിയോ, ഇത് റൗണ്ട് പോയിട്ട് തയ്യൽ വരുന്നുണ്ട്. അപ്പുറം ഇപ്പുറം എല്ലാം തയ്യൽ വരും. അതുകൊണ്ടാണ്. ഇപ്പോൾ ഈ കമ്മലിൻ്റെ തയ്യലും ഈ വളയുടെ തയ്യലും ഒന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഏത് പഠിക്കണം? കമ്മൽ പറഞ്ഞു തരട്ടെ. അപ്പോൾ കമ്മൽ പറഞ്ഞുതരാം. അപ്പോൾ മനസ്സിലാക്കിക്കണം അതിൻ്റെ തയ്യൽ ഒന്നാണെന്നുള്ളത്. 6 മുത്തിടുകയാണ്. 5 മുത്തിട്ട് നമുക്ക് സ്റ്റഡ് ചെയ്യാം. ഇതിനകത്ത് പ്ലെയിനായിട്ടാണ് ചെയ്യുന്നത്. തുടക്കക്കാർക്ക് ചിലപ്പോൾ പറഞ്ഞില്ലേ വലിയ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ കണക്കൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം 4 താഴെ ഒരു ഹോട്ടലുണ്ട്, ചട്ടി തവിക്കണൊക്കെ ഇട്ട് നല്ലോണം അടിക്കുകയാണ് അവർ. ഭയങ്കര ശബ്ദമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് തോന്നില്ലേ നമ്മുടെ അവസ്ഥ. എന്ത് ചെയ്യാനോ, ആരോട് പറയാനോ, ഒന്നും പറഞ്ഞിട്ട് കഥയില്ല. വണ്ടികൾ ആകെ ബഹളം. റോഡ് സൈഡല്ലേ ഇത്. നോക്ക്, 6 എണ്ണം ഇട്ടിട്ടുണ്ട്. 3 3 6. ഇനി ഇതിനെ നമ്മൾ ഇത് കണ്ടോ, നൂല് 2ആയിട്ട് വന്ന് കണ്ടോ. ഒരിക്കലും അങ്ങനെ വരാൻ സമ്മതിക്കരുത്. അപ്പോൾ നമ്മുടെ പശ കൊടുത്തോണേ. ഇങ്ങനെ എൻ്റെ കൊണ്ടുവരണം കേട്ടോ. ഒത്തിരി എൻ്റെ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെട്ടാൻ കണക്കിനുള്ളത് ഇട്ടോണം. ഇങ്ങനെ അറ്റത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇത്രയും ഒരു സ്പേസ് ഇട്ടേക്കാം. അതാ കെട്ടാൻ വേണ്ടി. എന്നിട്ട് കെട്ടി ഒരു കെട്ട് കൂടി മതി. നമ്മൾ പശ കൊടുത്തേക്കുന്ന സ്ഥിതിക്ക് 2 കെട്ട്. ഓക്കെ, നന്നായിട്ട് കെട്ടുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു 3 കെട്ടണ്ട കേട്ടോ. അപ്പോൾ പറഞ്ഞു അയ്യോ 1 കെട്ടിയതിന് തന്നെ മതിയായെന്ന്. രസമുണ്ട് കേട്ടോ. നിങ്ങളും രസം തന്നെയാണ് എനിക്ക്. എന്നിട്ട് ചേർത്ത് കട്ട് ചെയ്യുക. പഠിച്ചിരുന്ന കാലത്തൊക്കെ ഉണ്ടല്ലോ, അറിയാതെ കട്ട് ചെയ്യുമ്പോൾ ഇതും കൂടി കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ചോട്ട്. അങ്ങനെ ഫ്ലവർ സ്റ്റഡ് എടുത്തിട്ട് ഇതൊരു മീഡിയം സൈസാണ്. മീഡിയം മതി നമുക്ക്. കുറച്ച് അല്ലാതെ വലുത് നിങ്ങൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ മുത്തിനേക്കാളും കവർ ചെയ്ത് അതിൻ്റെ ഫ്രെയിം നിൽക്കും. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഇവിടെ മുകളിലാണല്ലോ ഹോളുള്ളത്. ഇതിൻ്റെ പേര് കമ്മൽ ബേസ് എന്നും പറയും, ഫ്ലവർ സ്റ്റഡ് എന്നും പറയും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ടെ ഇത്രയും നൂലെടുത്തേക്കുന്നത് നമുക്ക് വളയ്ക്ക് കൂടെ കണക്കാക്കിയാണ്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ പിടിക്കുക. ഇതിന് മുമ്പ് ഞാൻ സ്റ്റഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്നാലും ഞാനത് പറയുകയാണിത്. എന്നിട്ട് അടുത്ത ഹോളാണ്. ഇങ്ങനെ നിങ്ങൾ തിരിച്ച് നോക്കണം. നമ്മൾ ഇറങ്ങി വന്ന തിരിച്ച് കയറാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചരിച്ചൊക്കെ നോക്കാം. ഇതാക്കണ്ടോ. എന്നിട്ട് അകത്ത് കയറുമ്പോൾ ഈ ആണി നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിച്ചോണേ. അല്ലെങ്കിൽ ഈ ആണി ചുറ്റി കഴിഞ്ഞാൽ നമ്മൾ എത്ര ചെയ്തിട്ടും കഥയില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടും. എന്നിട്ട് നോക്കുക. ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കുക. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിന് അതേ സ്ഥലത്ത് തന്നെ അകത്തൂടെ കയറിയിട്ട് അതേ സ്ഥലത്ത് തന്നെ അങ്ങോട്ട് തിരിച്ചിറങ്ങുക. കയറിയെടുത്തൂടെ തന്നെ തിരിച്ചിറങ്ങുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തോട്ടാണല്ലോ നമ്മൾ കയറിയത്. അപ്പോൾ ഇത് ഒരിക്കൽ കൂടി നിങ്ങളെ കാണിച്ചു. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്, എന്നാലും അത് പോട്ടെ, സാരമില്ല. ഇത് ഫ്ലവർ സ്റ്റഡാണ്. നമ്മൾ ഫ്ലവർ കെട്ടിയിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ നൂലിതാണ്, സൂചി നൂലും ഇതാണ്. കയറാൻ പോകണം അകത്തോട്ട്. ഈ മുത്തിനകത്തോട്ടാണ് നമ്മൾ കയറിയത്. കണ്ടല്ലോ,
എന്നിട്ട് തിരിച്ചിറങ്ങുന്ന അതേ ഹോൾ വഴി ഇറങ്ങുമ്പോഴത്തേക്ക് ദാ ഈ ഒരു പിടുത്തം കിട്ടും കണ്ടോ. അപ്പോൾ നൂല് തിരിച്ചിറങ്ങത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്ലവർ സ്റ്റഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വന്നിട്ട് ഈ ആദ്യത്തെ ഒരു തയ്യൽ കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫ്ലവറിനെ തിരിച്ച് കൊണ്ടുവരണം. തിരിച്ച് കറക്കി കൊണ്ടുവന്ന് ആ ഓരോ 6 ലീഫ് പോലെ വരുന്നുണ്ടല്ലോ, ഇങ്ങനെ മുകുളം പോലെ വരുന്നുണ്ടല്ലോ, അതിൻ്റെ സ്ഥാനത്ത് കൊണ്ട് നിർത്തിയിട്ട് വേണം അടുത്ത സൂചിയും കൊണ്ട് കയറിപ്പോകാൻ. ഒരു 3 തയ്യൽ കഴിയുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കും. പിന്നെ അവർക്ക് ചലിക്കാൻ പറ്റത്തില്ല. അടിച്ച് നമ്മൾ പിടിച്ചവരെ വെച്ചേക്കാണ് അവിടെ. ഈ കമ്മൽ വിറ്റ് തന്നെ എത്രയോ പേര് ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇപ്പം 2 തയ്യലായപ്പോൾ തന്നെ അവർ അടങ്ങിയിരുന്ന് കഴിഞ്ഞവിടെ കണ്ടോ, അതാ കണ്ടായിരിക്കുന്നത്. 2 തയ്യലായപ്പോൾ തന്നെ അവർ കറക്റ്റ് ഇരിക്കാം. അപ്പോൾ 3ാമത്തെ തയ്യലിടാകുമ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല, തയ്ച്ച് കൊടുത്താൽ മാത്രം മതി. അടുത്ത ഹോള് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ മൊത്തം 6 ഹോളിലും കയറി ഇറങ്ങുന്നത് കാണിച്ചു തരേണ്ടി വരും. ഇത് നിങ്ങൾ നോക്കിക്കോണം. ഇത് സെയിം തയ്യലാണ് വളയ്ക്ക് വരുന്നത്. ഞാനതുകൊണ്ട് കൂടുതൽ വളയുടെ 1-2 തയ്യലേ കാണിക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ലെന്തായിപ്പോവും. നമ്മളിപ്പോൾ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞില്ലേ, അപ്പോൾ ഒരുപാട് ലെന്തായിപ്പോവും. പിന്നെ പഠിക്കുന്ന വ്യക്തികൾ കണ്ടിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഇനിയും പ്രശ്നമൊന്നുമില്ല. അതാ അവർ ഇരിക്കുന്നു. ഇനി ഞാൻ ബാക്കിയുള്ള തയ്യലൂടെ കാണിച്ച് ഫിനിഷ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റായി നമ്മൾ ബാക്കിയെല്ലാം തയ്ച്ച് കഴിഞ്ഞു. ഇനി ഇതാണ് നമ്മൾ കയറിയില്ലേ, ഫസ്റ്റ് കയറിയെടുത്ത് തന്നെ നമ്മൾ വന്നു അകത്തോട്ട് കയറി. ഇതാ കണ്ടോ, അകത്ത് കയറിയിട്ട് നമ്മൾ ഇതിനകത്ത് ഞാൻ 2 കളറാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റ കളറായാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ 2 കളർ എടുത്ത് ഒന്ന് ബ്ലാക്ക് നടുക്ക് കൊടുക്കുകയാണേ. കയറിയിട്ടാണ് നടുക്ക് കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ, നിങ്ങൾ അമർത്താനൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ സൂചി ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഈ നൂലിൻ്റെ ഈ സൂചിയുടെ നൂലിൻ്റെ ഓപ്പോസിറ്റ് വരണം. ഇപ്പോൾ നമ്മൾ കയറിയില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് വന്ന് ഇറങ്ങണം, തിരിച്ചിറങ്ങാണ്. അപ്പോഴും നമ്മൾ നടുക്ക് നല്ലൊരു ബ്ലാക്ക് കണ്ടോ, ബ്ലാക്ക് വെച്ച് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സുകൾ കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനൊരു മോഡൽ കാണിച്ചു തന്നു എന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മളിതാണ്ട് ഒന്നുമില്ല, ഇതിൻ്റെ നമ്മൾ പോയ വഴിയിലെ തയ്യലില്ലേ, ആ തയ്യലിനകത്തൂടെ ഒന്ന് കയറുക. ബാക്ക് സൈഡിലെ കയറി ഇനി ഒരുപാടൊന്നും തയ്ക്കാനൊന്നും പോകണ്ട. ഈ നൈലോൺ ത്രെഡാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇതായിരിക്കും. കാരണം ആരും കാണത്തില്ല, നമ്മുടെ ഈ ഒരു നൂല് ആരും കാണത്തില്ല. അതിനാണ് ഞാൻ നൈലോൺ ത്രെഡിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. എന്നിട്ട് താണ്ട് ഒരു ഊരാക്കുടുക്ക് ഒരു കെട്ടിടുക. ഒരു നൂൽ ഇപ്പോൾ പോയ നൂലിനകത്തൂടെ തന്നെ കയറി ഒരു കെട്ടിടുക. തീർന്നു. ഇനി നിങ്ങൾ ഒരുപാട് കെട്ടാനായിട്ടൊന്നും പോകണ്ട കേട്ടോ. കട്ട് ചെയ്ത് കളയുക. സ്റ്റഡ് ശരിയായി. ഇനി വളയും കൂടി പെട്ടെന്ന് കാണിച്ചു തരാമേ. അങ്ങനെ വളയെടുത്തു. ഇത് ഞാൻ എടുത്തേക്കുന്നത് 2/6 ആണ്. താഴേന്ന് മേളിലോട്ട് ഫ്ലവർ സ്റ്റഡിന് നമ്മൾ മേളിൽ നിന്ന് താഴോട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇത്രയും നൂല് നിങ്ങൾ വെച്ചേക്കണേ, ഇത്രയും നൂല്. എന്നിട്ട് അടുത്ത ഹോളിൽ ഇറങ്ങുക. അടുത്ത ഹോള് കണ്ടോ. ഈ വള എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഇപ്പോഴും അറിയത്തില്ല ഈ വള ചെയ്യാനായിട്ട്. അതിന് കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം എന്തുവാന്നുള്ളത്. ശരിക്കും മെറ്റീരിയൽസ് ഒരു ദിവസം നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. കാര്യം ചെയ്തല്ലെങ്കിൽ എന്ത് കൂടുമോയെന്നൊരു സംശയമുണ്ട് എനിക്ക്. എന്താ കെട്ടുകയാണ് കേട്ടോ. കണ്ടോ, അടിയിലാണ് അതിൻ്റെ കെട്ട് വന്നത്. അപ്പം മുകളിൽ യാതൊരു പൊങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ ചില കെട്ടുകൾ ചിലർ ഒക്കെ ആദ്യകാലത്തൊക്കെ ഓരോരുത്തർ ചെയ്യുമ്പോൾ മുകൾ വശത്തിട്ടായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കെട്ട് വലിയൊരു പ്രശ്നമായിരുന്നു. കണ്ടോ, 2 കെട്ട് കെട്ടിയിട്ടുണ്ട്. പശ ഉണ്ടായതുകൊണ്ട് നമുക്കത് മതി. ഇതിനെ കട്ട് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് തയ്യലിന് വലിയൊരു പ്രശ്നം വരും. എന്നിട്ട് നമ്മൾ ആദ്യം ഇറങ്ങിയില്ലേ, കയറിപ്പോയില്ലേ, ആ സ്ഥലത്തൂടെ നമ്മൾ വീണ്ടും കയറണം. വീണ്ടും കയറുകയാണ്. അപ്പോൾ ആ കെട്ട് അവിടെ കാണുന്നില്ല, ആ തയ്യലും കാണുന്നില്ല, ആ നൂല് പോയത് പോലും കാണുന്നില്ല. അപ്പോൾ നമ്മളിനി ഒന്നേന്ന് പിന്നെ ക്രിസ്റ്റലിടാൻ പോവാം. ക്രിസ്റ്റലിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മെയിനായിട്ട് ഒരു പോയിൻ്റ് പറഞ്ഞു തരാനാണ് ഈ വളയായിട്ട് വന്നത്. മിക്ക ആൾക്കാർക്ക് അത് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടോ, ഇതിപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ കൊണ്ടുവന്ന് കറക്റ്റ് ഫുള്ളും കൊണ്ട് നിങ്ങൾ തയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എപ്പോഴും നമ്മൾ
ഒരു മുത്ത് ഗ്യാപ്പ് ഇട്ടേക്കണം. എങ്കിൽ മാത്രമേ വള കറക്റ്റ് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറയും, നിങ്ങൾ ഫുൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ വരെ ചേർത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തയ്ച്ച് വരുമ്പോൾ ഈ വളയുടെ ഒരു മുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. പലർക്കും അനുഭവം ഉണ്ടാകുമായിരിക്കും. ഞാനൊക്കെ അനുഭവസ്ഥയാണ്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഫുള്ള് നിങ്ങൾ ഇട്ടിട്ട്, നിങ്ങൾക്കിതിപ്പോൾ മനസ്സിലായില്ല ഫുള്ള് ഇട്ടിട്ടുണ്ടെന്ന് പോയി, അതിൽ നിന്ന് ഫുള്ള് ഇവിടെ വരെ വന്നു എന്ന് പോയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ നിന്ന് കറക്റ്റ് ഒരു മുത്ത് മാറ്റിയിരിക്കണം. എന്താ ഇത് കണ്ടോ, ഇത് ഫുള്ള് വന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു മുത്ത് മാറ്റണം. നമ്മൾ മാറ്റിയാൽ മാത്രമേ നമ്മൾ തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് ആകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു മുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ഇതിൽ ഈ ഫ്രെയിമിൽ പശ തേച്ച് കൊടുക്കണം. നല്ലൊരു തെറാപ്പി, ഫിസിയോതെറാപ്പിയാണ് പശ. കാരണം കയ്യിലൊക്കെ ഒട്ടിയിരിക്കുമ്പോഴല്ലോ നമ്മളിരുന്ന് ഇങ്ങനെ തിരുമ്മിയിരിക്കും. ഇതൊന്ന് ജസ്റ്റ് ഒട്ടിയിട്ടായിരുന്നു ഇത് ചെയ്യേണ്ടത്. കരിച്ച ഒരു 3 മിനിറ്റെങ്കിലും ഇതിൽ വെച്ചാലേ ഇത് ഇങ്ങനെ ആകത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ ആകുന്ന സമയം നമ്മളിത് ഒട്ടിച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ഈ മുത്ത് അവിടെ അടങ്ങിയിരുന്നോളൂ, എങ്ങും പോകില്ല. ഇത് കണ്ട് നമ്മൾ പശ തേച്ചതിന് ശേഷം നോക്കണം നമുക്കിത് കറക്റ്റാണോ. ഇതിപ്പോൾ 2 മുത്തിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മുത്തും കൂടി ഇട്ട് നോക്കണം. നമ്മളൊന്ന് വലിച്ച് നോക്കുന്നുണ്ട്, അറിയാമല്ല, ചുമ്മാ അങ്ങ് വെച്ച് നോക്കുകയല്ല ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾ ഫുള്ള് ഇട്ടിട്ട് ഒരു മുത്ത് അതിൽ നിന്ന് മാറ്റിക്കോണം. ഇത് കറക്റ്റ് വരും, നിങ്ങൾ നോക്കിക്കോ. അല്ലെങ്കിൽ ഈ ഒരു മുത്തിൻ്റെ ഗ്യാപ്പ് കണ്ടോ, ഞാൻ മാക്സിമം വലിച്ചിട്ടാണ് ഈ ഒരു മുത്തിൻ്റെ ഗ്യാപ്പ് ഇട്ടേക്കുന്നത് കണ്ടോ. ഇനി നമ്മൾ തിരിച്ച് ആദ്യം കയറിയില്ലേ അവിടെ ഇറങ്ങുകയാണേ. ഗ്യാപ്പ് നിങ്ങൾ പറഞ്ഞിരുന്ന നഗരില്ല, അതിന് പണി ചെയ്തെങ്കിലേ അത് നികർന്ന് വരത്തുള്ളൂ കേട്ടോ. ചുമ്മാ നമ്മൾ നികരുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വരുത്തൊന്നുമില്ല അത്. എന്നിട്ട് നമ്മൾ ഇനി ഓരോ വശവും ഞാൻ തയ്ക്കുകയാണ്. ഇപ്പം കമ്മൽ എങ്ങനെ തയ്ച്ചോ സെയിം തയ്യലായിരിക്കും കണ്ടോ. ഒരു സൂചി കയറിയേ, ഒരു വശത്തൂടെ കയറി. ഇനി അടുത്ത വശം ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം അതേ സ്ഥലത്ത് തന്നെ നൂലിങ്ങനെ വെച്ചിട്ട് തിരിച്ചിറങ്ങണം. അതേ കയറിയെടുത്ത് തന്നെ ഇറങ്ങണം. അങ്ങനെ ഫുള്ള് തയ്ക്കണം. ഈ തയ്ക്കുന്ന സമയമുണ്ടല്ലോ, ഓരോ ഹോളിൽ കയറുമ്പോൾ നിങ്ങൾ ചുമ്മാ അനങ്ങാതിരുന്നാൽ ദാ ഇവിടെ നികരുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ദാ കയറി കഴിഞ്ഞിട്ട് ഒന്ന് കയറി കഴിഞ്ഞ് നമ്മൾ പ്രസ് ചെയ്തൊന്ന് മുന്നോട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറച്ച് എക്സ്ട്രാ വരുന്നത് തള്ളും, മുന്നോട്ട് തള്ളും. ഈ തള്ളി വന്നിട്ട് വേണം ആ ഗ്യാപ്പ് ഒന്ന് അടയാനായിട്ട്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയൊക്കെ വായിലെ പല്ല് പോയ പോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ വരരുത് കേട്ടോ. ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. പാവക്കയല്ലേ. ശരിക്കും ഇത് ഞാൻ പഠിക്കാൻ പോയ സമയത്ത് ഞാൻ ചെയ്യില്ല, എൻ്റെ ഗുരുവിൻ്റെ മുന്നിൽ ഇരുന്ന് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്യാതെ ഇരുന്നപ്പോഴത്തേക്ക് അവർ കാണിച്ചു തരും. ടീച്ചറിൻ്റെ മോളാണ് എന്നെ പഠിപ്പിച്ചത് 7 കൂട്ടം ഐറ്റം. ഇന്ന് എനിക്ക് മറക്കാൻ പറ്റത്തില്ല ആ കുട്ടിയെ, ടീച്ചറിനെയും മറക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ പഠിപ്പിച്ചവരെ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ എനിക്ക് ഓർഡർ വന്നു പഠിച്ച സമയത്ത്. അന്ന് നിങ്ങളും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാലത്താണ് ഞാനിതൊക്കെ പഠിക്കുന്നത് കേട്ടോ. ഓർഡർ വന്നപ്പോഴത്തേക്ക് എനിക്ക് വള ചെയ്തിട്ട് ശരിയാകുന്നില്ല. ഈ വള ഇതുപോലെ പൊങ്ങി വരുമോ മുത്തുകളെല്ലാം. അവസാനം ഞാൻ എന്താ പറയുക, ഓർഡർ കളയാനും വയ്യാത്തതുകൊണ്ട് ഞാൻ ഓടി ഈ കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് ഇത് എനിക്ക് ചെയ്ത് കാണിച്ചു തന്നല്ല ചെയ്ത് തന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ച് വീട്ടിൽ വന്നിട്ട് ഇതെന്ത് ഒരു മിനിറ്റ് ഏട്ടാ, അങ്ങനെ ഞാൻ വിചാരിച്ച് വീട്ടിൽ വന്നിട്ട് 2x2 2 6 ഇതിൻ്റെയൊക്കെ കണക്ക് പ്രകാരം മുത്തെടുത്ത് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തി വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ വെച്ചാലും പറ്റൂലല്ലോ. ഇപ്പോൾ 2 6 ആയിരിക്കില്ലല്ലോ നമ്മൾ ചെയ്യുമ്പോൾ, ചിലപ്പോൾ 2 4 ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ മുത്തിൻ്റെ കണക്ക് കിട്ടാതെ വരും. പിന്നീട് ഞാൻ ചെയ്ത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞ് ഞാൻ ഉണ്ടാക്കി കണ്ടുപിടിച്ചതാണ് ഒരു മുത്തിൻ്റെ വ്യത്യാസം എന്നുള്ളത്. മനസ്സിലായി. പിന്നെ ഞാൻ പഠിപ്പിക്കുന്നവർക്കെല്ലാം ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്ക്, കറക്റ്റായിരിക്കും. നിങ്ങൾ കണ്ട തയ്ച്ച് ഞാൻ ഇനിയും കിടക്കുകയാണ്, ഇത്രയും കൂടി തയ്യൽ കിടക്കുകയാണ്, ഇത്രയും കൂടി. എന്നിട്ട് ഇവിടെ ഗ്യാപ്പ് കണ്ടോ, ഇവിടെയാണ് നമ്മൾ വന്നിരുന്നത്. അടുത്ത് വരുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ഒരു മുത്തിൻ്റെ വ്യത്യാസം നിങ്ങൾ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുമെന്നുള്ളത്. തള്ളി വരും അത്. പശയും കൂടി തേച്ച് വരുമ്പോഴത്തേക്ക് അത് പ്രസ് ചെയ്ത് വരുമ്പോൾ ഇത് മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്കാണ് ചിലർ തയ്ച്ച് കഴിഞ്ഞിട്ട് എല്ലാത്തിനെയും കൂടെ അഴിക്കും. ഇതെന്താ മുത്ത് ഒരെണ്ണം തള്ളി വയ്ക്കുന്നല്ലോ എന്ന് പറയും.
അങ്ങനെ വരാതിരിക്കാൻ തുടക്കക്കാർക്കും ഇതറിയാത്തവർക്കും കൂടെ വേണം ഞാൻ ഈ പറയുന്നത്. കണ്ട ഇപ്പം തന്നെ ഗ്യാപ്പെല്ലാം മാറി. എന്താ നമ്മളിവിടെ ആയിരുന്നു വന്നിരുന്നത്, ഓർമ്മയുണ്ടോ? ഇപ്പം തന്നെ ഇതുണ്ടോ മുത്ത് തള്ളി വരുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്ത് വരുന്നുണ്ടോ, ഇനി കിടപ്പുണ്ട്. ഇത് കംപ്ലീറ്റ് അടുക്കും. ഇപ്പോൾ ആദ്യം നമ്മൾ കണ്ടല്ലോ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ വായിലെ പല്ല് പോലെ ആയിരുന്നു ഇരുന്നത്, ഒരു പല്ലെടുത്ത പോലെ ഇരുന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ തയ്യലെല്ലാം പൂർത്തിയായി. ആദ്യം നമ്മൾ ചെയ്തില്ലായിരുന്നു, പിന്നെ നൂല് കമ്മലിൻ്റെ അടിയിൽ കൂടെ ഊരാക്കുടുക്ക് വലുതാണ്ട് കണ്ട ഇങ്ങനെയാണ് എടുക്കുന്നത്. കമ്മലിനും ഇങ്ങനെ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മളിടും. ഒരു കെട്ടിൻ്റെ ആവശ്യമുള്ളൂ, പശ ഉണ്ടായതുകൊണ്ട്. കണ്ടോ ഓക്കെ. നിങ്ങൾ നോക്കി പറ എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഒരു ഫാൾട്ടുണ്ട്, ഞാനിവിടെ ഒരു കറപ്പിടാൻ പറ്റിയില്ല, മറന്നുപോയി. മറന്നതല്ല, നിങ്ങളെ കാണിക്കാനുള്ള ടൈം ഒരുപാടായിപ്പോണ്ട. ഇനി ഫുഡ് കഴിക്കണ്ടേ, ആ ഒരു ധൃതിയും കൂടി എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റായി. ഇനി നിങ്ങൾക്ക് ഈ ക്രിസ്റ്റലുകൾ ഒപ്പേക്ക് ക്രിസ്റ്റലുകളാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്ന് വെച്ച് നിങ്ങൾ ഒപ്പേക്കിന് കിടന്ന് പിടിക്കല്ലേ. സാധാ ക്രിസ്റ്റൽ നല്ലതാണ്, പേള് നല്ലതാണ്. പേളിൻ്റെ തന്നെ കമ്മൽ, മാല, വള, 2 വള ഇതിങ്ങനെ ഉണ്ടാക്കി ഇട്ട് നോക്ക്, എന്ത് ഭംഗിയാണെന്നറിയാമോ. ഒപ്പേക്ക് ക്രിസ്റ്റലിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങളിൽ ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് കമൻസിൽ അറിയിക്കണേ കേട്ടോ. കാരണം ഇപ്പം നിങ്ങൾക്കത് നികന്നല്ലോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ വന്നിട്ട് പറയുക. അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെ ബൈ.